അങ്ങനെ പോലീസിലെ ചക്കളത്തിപ്പോര് പുതിയ പുതിയ രൂപത്തിൽ ഭാവത്തിൽ വട്ടച്ചൊറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ രീതിയിലാണ് പോലീസ് സേനയ്ക്കകത്ത് കഴിഞ്ഞ കുറേ കാലമായി ആഭ്യന്തര കലാപം നടക്കുന്നത്. രാജ്യത്തെയും സംസ്ഥാനത്തിലെയും ലാൻഡ് ഓർഡർ പരിരക്ഷിക്കേണ്ട പോലീസിനകത്താണ് ഇപ്പം ലാൻഡ് ഓർഡർ തെറ്റിക്കിടക്കുന്നത്. ADGP റാങ്കിലുണ്ടായിരുന്ന 4 പേർ, ഒരാൾ 95 ബാച്ച്, ഒരാൾ 96 ബാച്ച്. അതിൽ 95 ബാച്ചിലുള്ള ഒരാൾ ഡെപ്യൂട്ടേഷനിൽ, ഒരാൾക്ക് പേരിൽ സസ്പെൻഷനിൽ പുറത്ത്. അപ്പോൾ 96 ബാച്ചുകാരനായിട്ടുള്ള ഒരാൾ, ഒരാളിൻ്റെ പേരിലും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലും ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ശ്രീജിത്ത് IPSന് DGP റാങ്കിലേക്ക് പോകാനുള്ള ക്ലീൻ ചിറ്റ് ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കിട്ടുന്നു. DGPയിൽ നിന്ന് കിട്ടുന്നു, ചീഫ് സെക്രട്ടറിയിൽ നിന്ന് കിട്ടുന്നു. ചീഫ് സെക്രട്ടറി ആവട്ടെ നേരത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വിജിലൻസും ലാൻഡ് ഓർഡറും എല്ലാം നന്നായി അറിയാമെന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ചീഫ് സെക്രട്ടറി ക്ലീൻ ചിറ്റ് കൊടുത്ത് ക്യാബിനറ്റിലേക്ക് പോകാൻ നിൽക്കുന്ന വഴിയിൽ, അതായത് ശ്രീജിത്ത് IPSന് ഇത് കിട്ടാൻ, DGP റാങ്ക് കിട്ടാൻ, ADGP ആയിരിക്കുന്ന ശ്രീജിത്ത് IPSന് കിട്ടാൻ വേണ്ടി ഫയൽ സെക്രട്ടേറിയറ്റിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അജിത് കുമാർ IPSൻ്റെ ADGPയിലുള്ള അജിത് കുമാർ IPSൻ്റെ DGP റാങ്ക് തടയപ്പെട്ടപ്പോൾ കോടതിയിൽ ഒരു കേസ്, നേരത്തെയുള്ള കേസാണ്, അത് വീണ്ടും സജീവമായി. അങ്ങനെ 5 കാര്യങ്ങളിൽ ADGP ശ്രീജിത്തിനെതിരെ അന്വേഷണം വേണം എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ കേട്ടാൽ വളരെ രസകരമാണ്, മനോഹരമാണ്. ഒന്ന്, വിദേശ യാത്ര പോയി. സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ വിദേശത്ത് രാജ്യം വിട്ടു പോകണമെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവ് വാങ്ങണം. ഇത് സ്വകാര്യ പരിപാടിയിലാണ് പോയത്. പല കാര്യങ്ങൾക്കും ഇതുപോലെ പോയിട്ട് വന്ന് റാറ്റിഫൈ ചെയ്ത് കൊടുക്കുന്ന സംവിധാനമുണ്ട്. പെട്ടെന്നൊരു പരിപാടി വന്ന് പോയി, സ്വകാര്യ പരിപാടിയാണ്, പോയി സർക്കാരിൽ നിന്ന് സമയത്ത് അനുവാദം എടുക്കാൻ പറ്റിയില്ല, പക്ഷെ അത് റാറ്റിഫൈ ചെയ്ത് വാങ്ങും. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് വാങ്ങിയില്ലയോ എന്നുള്ളതാണ്. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് വാങ്ങിയില്ലെങ്കിൽ ആരാണ് റാറ്റിഫൈ ചെയ്ത് കൊടുക്കാതെ ഫയൽ വച്ചുകൊണ്ടിരുന്നത്? അതാണ് ഒന്നാമത്തെ ചക്കളത്തി പോരാട്ടം. കാരണം കഴിഞ്ഞ കുറച്ച് കാലം വരെ പിണറായി വിജയനാണല്ലോ ഭരിച്ചിരുന്നത്. അപ്പോൾ ADGP അജിത് കുമാറിനുമൊക്കെ വലിയ പങ്കുണ്ടായിരുന്നല്ലോ ആ ഭരണത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് ബുക്കിലുള്ള ADGP ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു സ്വാധീനമുണ്ടോ? അത് റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റിയില്ല. 2, അവിടെ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചിത്രമിട്ടു പരസ്യത്തിന്. അതിപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, സ്വകാര്യ ചടങ്ങുകൾ പരിപാടികൾക്ക് പോകുമ്പോഴും യൂണിഫോമിലാണ് പോയി ഉദ്ഘാടനം ചെയ്തൂടെ? അതിൻ്റെ നിയമവശം നമുക്കറിയത്തില്ല. പോലീസ് യൂണിഫോമിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് പൊക്കൂടെ? അതോ സിവിൽ ഡ്രസ്സിലെ പോകാവോ? അതിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് നമുക്കറിയില്ല. എന്തായാലും അത് ഫോട്ടോ ഇട്ടു. ഇതെല്ലാം കുഞ്ഞു 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 കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നപ്പോൾ അഴിമതി നടത്തി. അത് എന്താണെന്നറിയില്ല. അത് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടൊരു ഒഫൻസാണ്, അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പോഴാണ് പൊങ്ങി വരുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇതെല്ലാം പൊങ്ങി വരുന്നത് ഒരാളിനൊരു പദവി കിട്ടുമ്പോഴാണ്. ക്രാബ് ഇൻ ദ പോട്ടെന്ന് കേട്ടിട്ടില്ലേ? ഒരു കഥ തന്നെയുണ്ട്. ഒരാൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു കുട്ടയിൽ ജീവനുള്ള ഞണ്ടുകളുമായിട്ട് പോകുന്നു. അപ്പോൾ അടപ്പില്ല. അപ്പോൾ അടുത്ത കൂടെ പോയ യാത്രക്കാരൻ ചോദിച്ചു, അപ്പോൾ ഈ ഞണ്ടിൻ്റെ ബഹളവും ഞെരുവിലൊക്കെ കടയിൽ ഇതെന്തിനെ കൊണ്ടാൽ? ഞണ്ടാണ്, ജീവനുള്ളതാണ്. അപ്പോൾ ചോദിച്ചു, ഈ ഞണ്ടിനെ അടപ്പില്ലാതെ നിങ്ങൾ ജീവനുള്ള ഞണ്ടിനെ കൊണ്ടുപോയെന്ന്? അത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടാണ്, കുഴപ്പമില്ല. മലയാള നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ചൊരു ഞണ്ടാണ്, അത് കേരളത്തിലുള്ള ഞണ്ടാണിത്. അതുകൊണ്ട് ഒരു ഞണ്ടും ചാടിപ്പോവില്ല. ഏതെങ്കിലും ഞണ്ട് ചാടാനായിട്ട് കുട്ടേരെ മുകളിലോട്ട് വന്നാൽ അടുത്ത ഞണ്ട് പിടിച്ച് താഴെ ഇട്ടോളും. ഒരു ഞണ്ട് ചാടാൻ പോകുന്നില്ല. അതുകൊണ്ട് അടപ്പിൻ്റെ ആവശ്യമില്ല, വെറുതെ അതിന് പൈസ കളയണം തന്നെന്ന് ചോദിച്ചൊരു കഥയുണ്ട്. മലയാളിയല്ലേ? ഒരാളിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ തോണ്ടും. അതാണ് അതിൻ്റെ ഒരു ശൈലിയാണ്. ഇത്രയും കാലം ഇല്ലാത്ത, ശ്രീജിത്തിനില്ലാത്ത എല്ലാ ഡിസ്ക്വാളിഫിക്കേഷനും ഇനി വരും. പിന്നെ അടുത്ത് വന്ന അപ്പം 1 ദുബായിൽ പോയി, 2 യൂണിഫോം ഇട്ടു, 3 പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുമ്പോൾ കുഴപ്പം കാണിച്ചു, 4ാമത്തതാണ് വീണ്ടും തമാശ, ഗാനമേള ട്രിപ്പ് ഉണ്ടാക്കി. പാട്ടുപാടി കൂടെ.
അഞ്ചാമത്തത് അതിനേക്കാൾ തമാശയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്. 5 നല്ല രസമുള്ള ക്രൈമല്ലേ? അല്ല, ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുമ്പോൾ അഴിമതി എന്താണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് കണ്ടുപിടിക്കണം. അത് അഴിമതി ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. ബാക്കി 4 എന്താണ് തേക്ക് അല്ലെങ്കിൽ എന്താണ് ക്രൈം? ദുബായിൽ സ്വകാര്യ സന്ദർശനത്തിന് പോയി കൊല്ലാൻ പറ്റുമോ ഇനിയിപ്പോൾ? നല്ല പർപ്പസിനാണ് പോയതെങ്കിൽ അത് സ്വകാര്യ പരിപാടിയാണെങ്കിലും റാറ്റിഫൈ ചെയ്ത് കൊടുക്കുക, അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന് തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ. രണ്ടാമത് യൂണിഫോം ഇട്ടു അവിടെ പോയി, അതും ഇനി മേലിൽ ചെയ്യരുത്, കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്, ചെയ്യാൻ പാടില്ല, അത്രയല്ലേ പറ്റുള്ളൂ. ഗാനമേള ഉണ്ടാക്കി, പാടണ്ട, ഗവൺമെൻറ്റിന് അനുവാദം എടുക്കാതെ പോയി പാടിയെന്നു വെച്ചിട്ട് ഒരു നോട്ടീസ് നേരത്തെ കൊടുത്ത്, ഒരു മെമ്മോ കൊടുത്ത്, പാടിയ എക്സ്പ്ലനേഷൻ മാറ്റി ഫയൽ ക്ലോസ് ചെയ്യണമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റായിട്ട് ബന്ധമുണ്ടോയെന്ന് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. SIT ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമല്ലോ, അതാണ് കഥ. ഇവിടെ ഒരു നീർക്കോലി, ഏതോ നീർക്കോലികൾ കടിക്കുന്നു. അത് കേസ് കൊടുത്തവരുടെ താല്പര്യം എന്താണെന്ന് നമുക്കറിയില്ല, അവരുടെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതുപോലത്തെ ചേട്ടന്മാർക്ക് വേണ്ടി കേസ് കൊടുക്കാൻ നിൽക്കുന്ന ബിനാമി വക്കീലന്മാരെ നമുക്കറിയത്തില്ല, ബിനാമി കേസ് കൊടുക്കുന്നവരെ നമുക്കറിയത്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. ഒരു വക്കീലിനെ തൻ്റെ മുന്നിലൊരു കേസ് വരുമ്പോൾ ആ വക്കീൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ് വക്കീലിൻ്റെ ജോലി. നമ്മുടെ കൊലപാതക ശ്രമങ്ങളൊക്കെ നടന്നപ്പോൾ പിന്നെ ആളൂർ വക്കീലൊക്കെ പറഞ്ഞതുപോലെ തൻ്റെ മുന്നിൽ വരുന്ന കേസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ വക്കീലിന്. കാശ് കിട്ടുമെന്ന് നോക്കുക, വേറെ അതിൻ്റെ എത്തിക്സ് ഒന്നുമില്ല. പിന്നെ പരമാവധി ജയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആളൂർ വക്കീലൊക്കെ അതാണ് എൻ്റെ തിയറി. വക്കീലന്മാർ പ്രൊഫഷനാണ്. അപ്പോൾ അവരുടെ അടുത്തുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടറെ അടുത്ത് ഓപ്പറേറ്റ് ചെയ്യും, അല്ലാതെ അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടിയാൽ ചെയ്യും, അത് തെറ്റില്ല. പക്ഷേ ബിനാമിയായിട്ട് നിന്ന് ചെയ്യുന്ന പ്രവർത്തകരുണ്ട്, വർക്കേഴ്സുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്. എന്തായാലും കുഞ്ഞു 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 കാര്യങ്ങളിൽപ്പെട്ട് ഞണ്ടിൻ്റെ കഥ പറഞ്ഞതുപോലെ കേരളത്തിൽ ശ്രീജിത്ത് IPSൻ്റെ ADGPയുടെ DGP സ്ഥാനത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകത്ത് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് കൊടുക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തിനാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ ഇന്നലെ വിമർശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ക്രിയേറ്റീവായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ എല്ലാ സെക്ടറിലും ഉള്ളത്. ചക്കളത്തി പോരാട്ടങ്ങളാണ്, പരസ്പരം പാരവയ്പ്പും ഈഗോയും കോംപ്ലക്സുമാണ് കൂടുതൽ. അത് ഹയർ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരിലേക്ക് പോകുമ്പോൾ, സിവിൽ സർവീസിൻ്റെ ഔന്നത്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അളവ് 10 മടങ്ങ് കൂടുതലായിരിക്കും.